ഇന്നിവിടെ പെരുമഴയായിരുന്നേ, അതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിലിരുന്ന പാലെടുത്തൊന്ന് തിളപ്പിച്ചപ്പോഴത്തേക്ക് സംഭവം എന്തേ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും പാല് പിരിഞ്ഞു. അപ്പൊ നമുക്കിനി അതുകൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ? മലായി പേട. അപ്പോൾ നമുക്ക് നേരെ മലായി പേട ഉണ്ടാക്കുന്ന വീഡിയോ കാണാനായിട്ട് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പിരിഞ്ഞതിൻ്റെ കൂടെ ഒരു 1/2 ലിറ്ററും കൂടെ ഞാൻ തിളപ്പിച്ച് അതും കൂടെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 1 ലിറ്റർ അളവിലാണ് നമ്മളിപ്പോൾ പേട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് തണുത്തെടുക്കണം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കിട്ടണേ. ഇപ്പം ഇത് ചൂടൊക്കെ ആറി തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അതിനകത്തെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പിരിച്ചെടുത്തേക്കുന്ന ഈ പാല് മുഴുവനായിട്ട് നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു വെള്ളത്തുണി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞ് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കാവേ. അങ്ങനെ വെള്ളം കളഞ്ഞെടുത്ത ഈ പാറ്ററിനെ നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതിയാവും. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ടൈം വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് നല്ല സെറ്റായി വന്നേക്കുന്ന നമ്മുടെ ബട്ടർ മിൽക്കിന്റെ ആ ഒരു ബാറ്റർ ഇത് നല്ല കട്ട പോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് നല്ല പോലെ ഒരു ക്രീം പരുവത്തിലേക്ക് അരച്ചെടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒന്ന് നല്ല ബ്ലെൻഡ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല ക്രീം ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇത് ഇവിടെ അരഞ്ഞ് നല്ല ക്രീം സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നേരെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴഞ്ഞ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ ഒന്ന് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ല. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല. 2-3 ബാച്ചുകളായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് സെറ്റാക്കി റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് സെപ്പറേറ്റ് ആയി ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും. അങ്ങനെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിതിനെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമ്മളിത് ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിതിനെ ഷേപ്പാക്കി എടുക്കാം. കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് നമ്മളിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തണുത്ത് സെറ്റായി നമ്മളതിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി മലായി പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി പേടയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ബൈ.